ശ്രീ സനീഷ് കുമാർ ജോസഫ്. സർ, കാലാവസ്ഥയിലുണ്ടായ വലിയ വ്യതിയാനവും കൂലിച്ചെലവും കാർഷിക മേഖലയിലെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. സമഗ്ര പച്ചക്കറി ഉൽപ്പാദന യജ്ഞം, എല്ലാവരും കൃഷിയിലേക്ക്, സുഭിക്ഷം സുരക്ഷിതം, ജീവനി സഞ്ജീവനി, സുഭിക്ഷ കേരളം, ജീവനി, അങ്ങനെ നിരവധി പദ്ധതികളാണ് കൃഷി വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. എന്നിട്ട് നെല്ലുൽപാദനത്തിലും ഉൽപ്പാദിപ്പിക്കുന്ന ഭൂമിയുടെ വിസ്തൃതിയിലും കുറവാണ് സർ. 41,053 ഹെക്ടർ ഉണ്ടായിരുന്ന പച്ചക്കറി കൃഷി 2024 എത്തുമ്പോൾ 38,974 ഹെക്ടറിലേക്ക് ചുരുങ്ങി. പഴവർഗ്ഗങ്ങൾ 3,71,000 ഹെക്ടർ എന്നത് 3,54,000 കുറഞ്ഞു. ഇതുകൂടാതെ തോട്ടവിളകളും കുറയുന്നുണ്ട്. ദീർഘവീക്ഷണമോ കൃത്യമായ ആസൂത്രണമോ പ്രവർത്തന പരിപാടികളോ ഇല്ലാത്തതല്ലേ ഈ പദ്ധതികൾ ഫലപ്രാപ്തിയിലെത്താത്തതിന് കാരണം? ഇത് പരിശോധിച്ചിട്ടുണ്ടോ? കടക്കണിയിലായ കർഷകരുടെ കാർഷിക കടം എഴുതിത്തള്ളാൻ നടപടി സ്വീകരിക്കുമോ? സർ, ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല ചോദ്യം. നമ്മളിന്ന് ഇതിനകത്ത് വളവും രാസവസ്തുക്കളും കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടി എന്നുള്ള ചോദ്യമാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. നമുക്ക് പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ നമുക്ക് വർധനവാണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കണക്കെവിടുന്നാണ് അത് ലഭ്യമായതെന്ന് എനിക്കറിയില്ല. പച്ചക്കറികളുടെ ഉൽപ്പാദനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് നല്ല ഒരു വളർച്ച വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇത്. നെല്ലിൻ്റെ കാര്യത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഒന്ന് നമ്മൾ ചില ഏരിയകൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാവും. നെല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ കുറവ് വന്നു അല്ലെങ്കിൽ ഏരിയ കുറവ് വന്നു എന്ന് പറയുന്നതിനകത്ത് മുൻകാലങ്ങളിൽ ചില ക്രമക്കേടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നതിലുള്ള ഒരു തിരുത്തൽ കൂടി സംഭവിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്ക് കേരളത്തിന് പുറത്തുനിന്ന് നെല്ല് കൊണ്ടുവന്ന് ഇവിടുത്തെ നെല്ലാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു രീതി കാലങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അത് അവസാനിപ്പിക്കുന്നതിനുള്ള ശക്തമായ നടപടികൾ പോലീസ് സംവിധാനത്തെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിലൊക്കെ ഇതിൻ്റെ കുറവ് വരുന്ന സാഹചര്യവും സംജാതമായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഒരു സംഭരണത്തെ, നെല്ലിൻ്റെ സംഭരണത്തെ അട്ടിമറിക്കാൻ ഉപകരിക്കുന്ന തരത്തിലാണ് ഇത്തരമൊരു രീതികളെല്ലാം തുടർന്നു വന്നിരുന്നത്. അപ്പോൾ കർശനമായ അത്തരം നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് കൂടി നമുക്ക് ചില ഏരിയകളിൽ ആ കുറവ് വന്നതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ തന്നെ പ്രമുഖരായ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ഇത്തരം കേരളത്തിന് പുറത്തു നിന്ന് നെല്ല് കൊണ്ടിടുന്നതിനെക്കുറിച്ച് എന്നോട് നേരിട്ടും സൂചിപ്പിച്ചിരുന്നതാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മളൊരു കർശനമായ നിലപാടുകളിലേക്കെല്ലാം എത്തിയത്. ചിലരെല്ലാം ഈ ഒരു കുറവ് വന്നപ്പോഴേക്കും അതിനെ ആഘോഷമാക്കി കാണിക്കുന്നവരുണ്ട്. നമുക്കൊരു കാര്യം പറയാൻ പറ്റും. കാലാവസ്ഥയുടെ വ്യതിയാനവും ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം വരുന്നത്, ചില പ്രകൃതി ദുരന്തങ്ങളെല്ലാം വരുന്നത് അതിൻ്റെയൊക്കെ ഭാഗമായി ചില അവസരങ്ങളിൽ ചിലയിടങ്ങളിൽ കൃഷി നടക്കാതിരിക്കാം. പക്ഷേ എന്നാൽ വ്യാപകമായി അങ്ങനെ കൃഷിയിൽ നെല്ലും മാറുന്നു എന്നുള്ളൊരു ശരിയായ ധാരണയും അല്ലെങ്കിൽ ഒരു ശരിയായ വസ്തുതയും അല്ല. പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഇടങ്ങളിൽ കൃത്യമായ എന്നവണ്ണം ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുള്ള ഇടപെടലുകൾ സർക്കാർ നടത്തുന്നുണ്ട്. തരിശായി കിടക്കുന്ന ഇടങ്ങളിൽ കൂടുതലായി കൃഷിയോഗ്യമാക്കുന്നുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അങ്ങിവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നടപ്പിലാക്കുന്ന പദ്ധതി അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ പദ്ധതിയല്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെയും ഈ കാര്യത്തിൽ വലിയ താല്പര്യമെടുത്ത് ഈ പദ്ധതികളും പരിപാടികളും നടപ്പിലാക്കുന്ന ആളാണ്. നമ്മളുടെ എല്ലാവരുടെയും ഭക്ഷണത്തിൻ്റെ ഒരു ആവശ്യകതയെയും സുരക്ഷിതമായ ഭക്ഷണത്തെ ഉറപ്പാക്കുക എന്നുള്ളതും വിഷരഹിതമായ ഭക്ഷണം ഉറപ്പാക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഈ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചത്. അതെല്ലാം അതേപോലെ തന്നെ ഒരു ഗവൺമെൻറ് പരിപാടി എന്നതിനപ്പുറത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒരു ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസവും ഇല്ല എന്ന് തന്നെ ഒരു നാടിന് വേണ്ടതാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ആ പരിപാടി നടപ്പിലാക്കുന്ന ഒരു MLA ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഞാനും ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്. അതുകൊണ്ട് ഇത്തരം ഈ കണക്കുകൾക്കകത്ത് ഈ പൊരുത്തക്കേടുകളുണ്ട്, ചില യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയും ഉണ്ട് എന്ന കാര്യം കൂടി മനസ്സിലാക്കണം.